ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ അനുപമയെ കൊടുക്കാൻ വേണ്ടിയിട്ട് സുശീല ആ ഒരു തന്ത്രം പറഞ്ഞല്ലോ, മരുമകൾ കീടനാശിനി വീട്ടിൽ വാങ്ങി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ മരുമകൾ ഉണ്ടാക്കിയ കഞ്ഞി കുടിച്ചിട്ടാണ് താനിപ്പം വയ്യാതായിട്ട് ആശുപത്രി കിടക്കുന്നതെന്നും സുശീല പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം കേട്ട പോലീസുകാർ അനുപമ തന്നെ ആയിരിക്കും കുറ്റവാളി എന്നുള്ളൊരു ധാരണയിലാണ് വീടെല്ലാം എന്താ പറയുക ഒന്ന് സെർച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് അവിടേക്ക് എത്തുന്നത്. ഇന്ദ്രനും അനുപമയും അവരുടെ നിർദ്ദേശപ്രകാരം തന്നെ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ പോലീസുകാരൊന്ന് അവിടെ മുഴുവൻ പുറം പരിശോധനയൊക്കെ നടത്തിയപ്പം വീടിൻ്റെ പിറകുവശത്ത് അടുക്കളയുടെ ഭാഗത്തായിട്ട് ഒഴിഞ്ഞ ഒരു കുപ്പി കണ്ടെത്തുകയാണ് കേട്ടോ. സുശീല കീടനാശിനിയിൽ നിന്നും ഒരു ചെറിയ കുപ്പിയിലേക്ക് കീടനാശിനി ഒഴിച്ചിരുന്നല്ലോ, എന്നിട്ട് അത് അടുക്കളയിലെ ഈ ജനൽ വഴി പുറത്തേക്ക് ഇട്ടിരുന്നില്ലേ തെളിവിന് വേണ്ടിയിട്ട്. അതാണ് കേട്ടോ. അങ്ങനെ എന്തായാലും അത് പോലീസ് കണ്ടെടുത്ത ഉടനെ തന്നെ ഇതിൻ്റെ ബാക്കി ഇനി എവിടെ ഉണ്ടോയെന്ന് പരിശോധിക്കണം എന്ന് പറയാം കേട്ടോ. അനുപമയാണെങ്കിലോ കീടനാശിനി വാങ്ങി പുറത്ത് വെച്ചിരുന്നതല്ലേ, അത് അവിടെ കാണാതായതോടുകൂടി തന്നെ അനുപമയ്ക്കും ഇന്ദ്രനും നല്ല സംശയമുണ്ട് കേട്ടോ. അങ്ങനെ പോലീസുകാർ അനുപമയുടെ ഇന്ദ്രൻ്റെ റൂം പരിശോധിക്കണം എന്ന് പറയാണ് കേട്ടോ. അത് കേട്ടതും ഇന്ദ്രൻ പറഞ്ഞു, ഞങ്ങളുടെ റൂമല്ല, അങ്ങനെയാണെങ്കിൽ അമ്മയുടെ റൂം വേണം പരിശോധിക്കാൻ എന്ന് പറയാം കേട്ടോ. അത് കേട്ട SI പറഞ്ഞു, നിങ്ങളുടെ അമ്മയെ വിഷം ഉള്ളിൽ ചെന്നിട്ട് ആശുപത്രിയിൽ കിടക്കുകയാണ് ICUവിൽ, അവരുടെ റൂമാണോ പരിശോധിക്കേണ്ടത്? അതെ, ഇതൊക്കെ അമ്മയുടെ തന്ത്രമാണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് പറയാം കേട്ടോ. നിങ്ങളെന്താ അങ്ങനെ പറയാൻ? അല്ല, നിങ്ങളുടെ അമ്മ പറഞ്ഞത് നിങ്ങളെ ഭാര്യേനെ സംശയമുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ അമ്മ പറഞ്ഞത്. പക്ഷേ അവരെന്തിനാ കീടനാശിനി സ്വന്തം റൂമിൽ സൂക്ഷിക്കുന്നതെന്ന് നമ്മുടെ പോലീസുകാരൻ ചോദിക്കാൻ കേട്ടോ. എൻ്റെ അമ്മ ഇതല്ല, ഇതിനപ്പുറം വേണേലും ചെയ്യും. അത് ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നതെന്ന് പറയാം കേട്ടോ. എന്ത് ബോധ്യം? നിങ്ങൾ തമ്മിൽ മുന്നേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? അമ്മാമ്മയും മരുമക്കളും തമ്മിൽ ഉണ്ടായിരുന്നു സാർ, നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. രണ്ടാമത് ഞങ്ങൾ ഡിവോഴ്സ് വരെ വക്കിൽ വരെ എത്തിയതാണ്. വീണ്ടും ഞങ്ങൾ ഒന്നായപ്പം പിന്നെ അമ്മ ഞങ്ങളെ സ്വീകരിച്ചു. അതിനുശേഷം അമ്മ മാറിയെന്ന് തന്നെയാണ് ഞാനും വിചാരിച്ചത്. അമ്മയെ പുതിയൊരാളാക്കി മാറ്റിയെന്നാണ് ഞാൻ വിശ്വസിച്ചത്. പക്ഷേ അത് അങ്ങനെയല്ല, കൂടെ നിന്ന് ചതിക്കായിരുന്നു എന്ന് ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയാം കേട്ടോ. അപ്പം ഇന്ദ്രനും അനുപമേനെ സപ്പോർട്ട് ചെയ്തായിട്ട് പറയാം കേട്ടോ. അതെ, അമ്മ ഇതല്ല, ഇതിനപ്പുറം ചെയ്യും. അമ്മയുടെ കൂടെ കൂടി ഇവളെ ഞാനും ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അന്നൊന്നും എനിക്കത് ഇല്ലായിരുന്നു. ഇപ്പം പക്ഷേ എനിക്കത് അറിയാമെന്ന് പറയാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ റൂമിനെ ആദ്യം പരിശോധിക്കാമെന്ന് പറഞ്ഞ് സുശീലയുടെ റൂമൊക്കെ അരിച്ചു പെറുക്കുകയാണ് കേട്ടോ. പക്ഷെ അവിടുന്ന് ഒരു പൊട്ട് പോലും കിട്ടിയില്ല. അങ്ങനെ ഇനി നിങ്ങളത് പരിശോധിക്കണം എന്ന് പറയാം കേട്ടോ. അങ്ങനെ ആയിക്കോളൂ സാറിന് അവർ പറയുകയും ചെയ്തു. അങ്ങനെ ഇന്ദ്രൻ്റെ അനുപമേൻ്റെ റൂം പരിശോധിച്ച ഉടനെ തന്നെ എല്ലായിടത്തും പരിശോധിക്കാം കേട്ടോ. അവസാനം ആ ഷെൽഫ് അളമാര പരിശോധിച്ചപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഡ്രസ്സിൻ്റെ പിറകിൽ നിന്ന് കീടനാശിനീൻ്റെ കുപ്പി കിട്ടുകയാണ് കേട്ടോ. ഇന്ദ്രനും അനുപമയും കണ്ണ് തുറുത്തിപ്പോയിട്ടോ. കാരണം ഇതെങ്ങനെ ഇവിടെ എത്തിയെന്നുള്ളൊരു ഇതിൽ. അപ്പോൾ പോലീസുകാരൻ അനുപമയോട് ചോദിക്കുകയാണ്, ഇപ്പം എന്ത് പറയുന്നു എന്ന് ചോദിച്ചതും അനുപമ മുഖത്തൊരു ഭാവവ്യത്യാസം ഇല്ലാതെ അനുപമ പറഞ്ഞു, ഇപ്പം എനിക്ക് ഉറപ്പായി സാർ, ഇത് അമ്മ എന്നെ ചതിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണെന്ന്. ഇത്ര നേരം എനിക്ക് സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം അതെനിക്ക് ഉറപ്പായി. അല്ലാതെ ഒരിക്കലും ഇതെൻ്റെ റൂമിലെത്തത്തില്ല. ഇതുതന്നെയാണോ നിങ്ങൾ പറഞ്ഞ കീടനാശിനീൻ്റെ ബോട്ടിൽ? അതെ സാർ, ഇതുതന്നെയാണ് ഞാൻ പുറത്ത് സൂക്ഷിച്ചിരുന്നത്. പക്ഷേ ഇതെങ്ങനെ അകത്തെത്തിയെന്ന് എനിക്ക് അറിയില്ല എന്ന് അനുപമ പറയട്ടെ. ഞങ്ങളെന്തായാലും ഇത് പരിശോധനയ്ക്ക് അയക്കട്ടെ. ആ ഒരു കഞ്ഞിയിൽ നിന്നും ഉള്ള ആ ഒരു വിഷാംശം തന്നെയാണ് ഇതിലുള്ളതെങ്കിൽ നിങ്ങൾക്കെതിരെ കേസെടുക്കുക, അറസ്റ്റ് ചെയ്യാൻ തന്നെ വേണ്ടി വരും. പിന്നെ നിങ്ങൾ പറയും പോലെ നിങ്ങളെ അമ്മ നിങ്ങളെ ചതിക്കായിരുന്നു എന്നാണെങ്കിൽ നിങ്ങൾക്ക് വേണേൽ തിരിച്ച് കേസ് കൊടുക്കാമെന്ന് പറയാം കേട്ടോ. വേണ്ട സാർ, ഞങ്ങൾക്കങ്ങനെ കേസൊന്നുമില്ല. പക്ഷേ സാറ് അന്വേഷിച്ച് സത്യം കണ്ടെത്തിയാൽ മതി എന്ന് പറയാണ് ഇന്ദ്രൻ. സത്യം ഞാൻ കണ്ടെത്തും, അതാണല്ലോ എൻ്റെ ജോലി എന്ന് പോലീസുകാരൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ അയാൾ പുറത്തേക്ക് പോയി. അത് കഴിഞ്ഞത് നമ്മുടെ അനുപമ അറിയാം. എന്നാലും ഇത്രയും വലിയൊരു ചതി അമ്മ എന്നോട് ചെയ്യുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇന്ദ്രേട്ടാ. എന്നാലും അമ്മയ്ക്ക് ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അനു ടെൻഷൻ അടിച്ചു കേട്ടോ. ഇതേ സമയത്ത് ഹോസ്പിറ്റലിലെത്തിയ സോനയാണെങ്കിലോ നമ്മുടെ പ്രതിഭേനെ വാർഡിലേക്ക് മാറ്റി. പ്രതിഭയും സത്യനും ശ്യാമും ഇരിപ്പുണ്ട്. ആ സമയത്ത് പ്രതിഭയെ റൂമിലേക്ക് ആക്കിയതും പ്രതിഭ സത്യനോട് പറയാ, സത്യേട്ടാ നമ്മുടെ കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് കേട്ടോ. പോട്ടെ പ്രതിഭയെ, ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താക്കാനാ, സാരമില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. അത് കേട്ടതും നമ്മുടെ പ്രതിഭ പറഞ്ഞു, ഇത് അങ്ങനെ വെറുതെ പോയതല്ലല്ലോ, ഇതാരോ മനഃപൂർവ്വം ചെയ്തു തന്നെയാണ്. നമ്മുടെ കുഞ്ഞിന്
ഇല്ലാതാക്കാനേ മുൻപും ആ വീട്ടിൽ ശ്രമം നടന്നിട്ടുണ്ടല്ലോ സത്യേട്ടാന്ന് പറയാം കേട്ടോ. അത് കേട്ടതും സോനയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. നീ ആരെയാണ് ഉദ്ദേശിക്കുന്നേ? അമ്മയാണോ? എങ്കിലേ നിങ്ങൾ കഴിച്ച അതേ ഭക്ഷണം കഴിച്ചിട്ടേ അമ്മ ഇവിടെ ICUവിൽ കിടക്കുന്നുണ്ടെന്ന് പറയാം കേട്ടോ. അത് പറഞ്ഞതും പ്രതിഭ അമ്പരപ്പോടെ സത്യനെ നോക്കുകയാണ് കേട്ടോ. അതേ പ്രതിഭേ, അമ്മയും ഭാഗ്യത്തിന് രക്ഷപ്പെട്ടെന്നേ ഉള്ളൂ, ICUവിലാന്ന് പറയാം കേട്ടോ. പിന്നെ പ്രതിഭയൊന്നും പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ സോന തുടർന്നു, ആ ഭക്ഷണം കഴിച്ചിട്ടേ ഒരു കുഴപ്പമില്ലാത്തതേ ഇന്ദ്രേട്ടനും അനുചേച്ചിക്കും മാത്രമാണെന്ന് പറയാം കേട്ടോ. അത് കേട്ടതും നമ്മുടെ ശ്യാമ് പറയാം, അതുകൊണ്ട് നീ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? ഇന്ദ്രേട്ടനും അനുചേച്ചിയും മനഃപൂർവ്വം വിഷം തന്നു എന്നാണോ? ഞാൻ അങ്ങനെ ആരെയും ഉദ്ദേശിച്ചില്ല. പക്ഷേ പ്രതിഭ അമ്മയെ കുറ്റപ്പെടുത്തിയപ്പോ ഞാൻ ചില സത്യങ്ങളിലേക്ക് എന്താ പറയുക വഴി കാട്ടിയെന്നേ ഉള്ളൂന്ന്. നീ അങ്ങനെ വല്ലാണ്ട് സത്യം പറയണ്ട. അത് കണ്ടെത്താൻ ഇവിടെ പോലീസ് ഉണ്ടല്ലോ. അല്ലാതെ നീ വെറുതെ അനുചേച്ചിയെ പ്രതി ചേർക്കാൻ നോക്കണ്ട സോനെ. അനുചേച്ചിയും ഇന്ദ്രേട്ടനും അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യില്ല എന്ന് ശ്യാം പറയാം കേട്ടോ. സോനയുടെ മുഖം കണ്ടാൽ നമുക്ക് ഒരൊറ്റ ചവിട്ട് കൊടുക്കാൻ തോന്നും കേട്ടോ. അതുപോലെയാണ് മുഖമാക്കി വെച്ചിരിക്കുന്നത്. അനുവിനോടുള്ള പകയാണ് കേട്ടോ അവളുടെ മുഖത്ത് കാണുന്നത്. അവളെ അമ്മ ഇന്നാൾ എങ്ങനെയോ അനുപമയെ ഇലക്ഷനിൽ നിന്ന് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നു പറഞ്ഞൊന്നും ഇപ്പം അവൾക്ക് ഓർമ്മയില്ല. പിന്നെ ഞാനൊന്നും പറയുന്നില്ല. എന്തായാലും അനുവേടത്തിയെ കൊണ്ടുവച്ച ആ ഒരു ബോട്ടിലുണ്ടല്ലോ, അതിലുള്ള വിഷം തന്നെ ആയിരിക്കും ഇവിടെ എല്ലാവരുടെയും വയറ്റിലെത്തിയിരിക്കുന്നത്. കീടനാശിനി അത് തന്നെ ആയിരിക്കും, വേറെ ഒരു കീടനാശിനി ആ വീട്ടിലില്ല എന്നൊക്കെ സോന പറയുന്നുണ്ട് കേട്ടോ. അപ്പം തന്നെയാണ് നമ്മുടെ ഇന്ദ്രൻ കോള് വരുന്നു കേട്ടോ. ദേ ഇന്ദ്രേട്ടൻ വിളിക്കുന്നുണ്ടെന്ന് ശ്യാമ് പറയാം. ശ്യാമേട്ടാ സ്പീക്കറിലിട്, ഞങ്ങളും കേൾക്കട്ടെ എന്ന് സോന വലിയ ആളായി പറയാം കേട്ടോ. ഉടനെ തന്നെ നമ്മുടെ ഇന്ദ്രൻ പറയാണ്, എങ്ങനെയുണ്ട് പ്രതിഭയ്ക്ക്, എങ്ങനെയുണ്ട് സത്യൻ, എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കാം കേട്ടോ. അതിനുശേഷം പോലീസ് വന്ന കാര്യം ചോദിക്കുകയാണ് കേട്ടോ ശ്യാമ്. അതുകൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. ഞാൻ നിന്നോട് പറയുന്ന കാര്യം നീ സത്യനോടും പ്രതിഭയോടും സോനയോടും ഒക്കെ ഒന്ന് പറയണമെന്നും പറയാം കേട്ടോ. ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് അപ്പം ഇന്ദ്രൻ പറയാണ്, അവിടെ വന്നതും പോലീസുകാർ എല്ലാ ഭാഗത്തും തിരഞ്ഞതും അതിനുശേഷം അനുപമയുടെ റൂമിൽ നിന്ന് ഈ ഒരു സംഭവം കിട്ടിയതും അങ്ങനെ എല്ലാം കേട്ടോ. കാര്യങ്ങളൊക്കെ ആരോ ഉദ്ദേശിച്ച പോലെ തന്നെയാണ് ശ്യാമേ നടക്കുന്നത്. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് തന്നെയാണ് കേട്ടോ ഇന്ദ്രൻ പറയുന്നത്. അത് കേട്ടത് ശ്യാമ് പറഞ്ഞു, ഇന്ദ്രേട്ടൻ വിഷമിക്കേണ്ട, ഇന്ദ്രേട്ടനെയും അനുചേച്ചിനെയും എനിക്ക് വിശ്വാസമാണെന്ന് ശ്യാമ് പറയാം കേട്ടോ. ശരിയടാ, എന്നാൽ ശരി, നീ എന്തായാലും അവരോട് കാര്യങ്ങളൊക്കെ പറയുമെന്ന് പറയാണ്. അത് കഴിഞ്ഞ് ഫോൺ വെച്ചതും സോന ഇപ്പം എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞ പോലെ ആയില്ലേ എന്നുള്ളൊരു ഭാവമാണ് കേട്ടോ സോനയുടെ മുഖത്ത്. പ്രതിഭയാണെങ്കിൽ ഒന്നും പറയുന്നില്ല. കാരണം അനുചേച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പ്രതിഭയ്ക്ക് അറിയാം. കാരണം ഒരിക്കൽ നഷ്ടപ്പെട്ടു പോകുമായിരുന്ന തൻ്റെ കുഞ്ഞിനെ താങ്ങി നിർത്തിയത് അനുചേച്ചി ആയിരുന്നു. അതുകൊണ്ട് അവർക്കെതിരെ മനസ്സ് പോലും ഒരു സംശയം പ്രതിഭയുടെ ഭാഗത്തുനിന്നോ സത്യൻ്റെ ഭാഗത്തുനിന്നോ ശ്യാമിൻ്റെ ഭാഗത്തുനിന്നോ ഇല്ല. എല്ലാം ഉള്ളത് സുശീലയ്ക്കും സുശീലയുടെയും മോളായ സോനയ്ക്കും ആണല്ലോ. ഒരേ രക്തമാണല്ലോ അവർക്ക്. അതാ എന്തായാലും ആ ഒരു ഇതേ സമയത്ത് ഇന്ദ്രൻ അവിടെ വിഷമിച്ചിരിക്കുന്നത് കണ്ട് അനു അങ്ങോട്ട് ചെല്ലുകയാണ് കേട്ടോ. ഇന്ദ്രേട്ടാ എന്താ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇന്ദ്രൻ പറയാം കേട്ടോ, ഞാൻ ശ്യാമനെ വിളിച്ച് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതാ. അതെന്തായാലും നന്നായി. പോലീസ് അവരെ അറിയിക്കുന്നതിന് മുന്നേ നമ്മൾ എന്നെ അറിയിക്കുന്നതല്ലേ നല്ലത്. തെളിവുകളെല്ലാം നമുക്കെതിരാണല്ലോ ഇന്ദ്രേട്ടാ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? സ്ഥാനാർത്ഥിത്വം പോവുമല്ലോ അമ്മ ആഗ്രഹിച്ച പോലെ തന്നെയെന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രൻ ആ ഒരു സത്യം നമ്മുടെ അനുപമയോട് തുറന്ന് പറയാണ്, അനു ഒന്നും സംഭവിക്കില്ല. തെളിവുകളെല്ലാം നമുക്കെതിരാണെങ്കിലേ ഇതിന് വലിയ തെളിവുകൾ നമ്മൾ ഉണ്ടാക്കും. ഇന്ദ്രയുടെ എന്തൊക്കെയാണ് പറയുന്നത്? എങ്ങനെയാണ് നമ്മൾ തെളിവുകൾ ഉണ്ടാക്കുക? അമ്മ വളരെ തന്ത്രപൂർവ്വമാണ് കളിച്ചിരിക്കുന്നത്. നമ്മുടെ റൂമിൽ ആ ഷെൽഫിൽ ഈ ഒരു വിഷക്കുപ്പി കൊണ്ടുവച്ചില്ലേ, അപാര ബുദ്ധി തന്നെ എന്നൊക്കെ അനുപമ പറയാൻ കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ബുദ്ധി ഉണ്ടേലേ, ഞാനും ചില കാര്യങ്ങളൊക്കെ ചില ബുദ്ധികളൊക്കെ മുൻപേ കാണിച്ചിട്ടുണ്ട്. ഇന്ദ്രയുടെ എന്താ ഈ പറയുന്നത്? അനു, ഈ വീട്ടിൽ പല സ്ഥലത്തും ഞാൻ CCTV വെച്ചിട്ടുണ്ടെന്ന് പറയാം കേട്ടോ. CCTVയോ? ഇതെപ്പോ? ഇന്ദ്രയുടെ സത്യമാണോ ഈ പറയുന്നത്? അതെ, ഇവിടെ പണ്ട് ഫാൻ കേടായത് നിനക്ക് ഓർമ്മയില്ലേ? അന്നല്ലേ ഇന്ദ്രയുടെ എന്നെ വീട്ടിൽ കൊണ്ടാക്കിയത്. അന്ന് ഞാനേ ഫാൻ നന്നാക്കാൻ ഒരു ഇലക്ട്രീഷ്യനെ കൊണ്ടുവന്ന് ഇവിടെ കേടുള്ള ഭാഗത്തൊക്കെ നന്നാക്കണം എന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? ഇതൊക്കെ എപ്പോൾ? നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കിയതായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ആളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ എല്ലാം CCTV വെച്ചത്. അപ്പോൾ കിച്ചണിൽ CCTV ഉണ്ടോ? ഉണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നടന്ന കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമോ? ഉണ്ട്, പക്ഷെ അത് തൽക്കാലം ഫോണിലേക്ക് കണക്റ്റ് ആയിട്ടില്ലെന്ന് മാത്രം. അവനെ ഞാൻ കുറേ വട്ടം വിളിച്ചിരുന്നു. അവനെ എന്തോ തിരക്കിലായതുകൊണ്ടേ അത് മാത്രം അവന് ചെയ്തു തരാൻ പറ്റിയിട്ടില്ല. അവൻ്റെ അടുത്ത് പോയാലേ നമുക്ക് അപ്പോൾ ആ പണ്ട് ഗ്യാസ് ലീക്കായ ഇഷ്യൂ ഇല്ലേ, അതിൻ്റെതും ഒക്കെ ഉണ്ടാവുമല്ലോ, എല്ലാം കിട്ടുവാനോ. നമുക്കേ
ഇതിവിടെ CCTVയുടെ ഫിറ്റ് ചെയ്ത് അപ്പം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന തന്നെയാണ് എൻ്റെ വിശ്വാസം എന്ന് ഇന്ദ്രൻ പറയാം കേട്ടോ. അത് കേട്ടതും അനുപമയ്ക്ക് ഒത്തിരി സന്തോഷമാണ്. ഇന്ദ്രേട്ടന് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് ദൈവം തോന്നിപ്പിച്ചതാ. ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോയേനെ. നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഇതിലും വലിയൊരു അവസരം ഇല്ല. ഇന്ദ്രേട്ട ഞാൻ ഇപ്പം തന്നെ ചെല്ലാനുമെന്ന് ഇന്ദ്രൻ പറയാം കേട്ടോ. എന്നാലും ഇന്ദ്രേട്ടന് എന്തേ ഇങ്ങനെ വെക്കാൻ തോന്നിയതെന്ന് ചോദിച്ചപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, അന്നേ ആ വാഷിംഗ് മെഷീൻ്റെ വയർ കട്ടായതും കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയില്ലേ? പിന്നെ നമ്മൾ ഇവിടെ രണ്ടാമത് കല്യാണം കഴിഞ്ഞ് വന്നതും അമ്മയ്ക്ക് നമ്മളോടുള്ള മനോഭാവം എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായതാനു. അതുകൊണ്ടും ആ വാഷിംഗ് മെഷീൻ പണി മുടക്കിയ കാര്യം കണ്ടപ്പം തന്നെ ഞാൻ വിചാരിച്ചതാ CCTV വെക്കണമെന്ന്. ഇത് ആരെയും കൊടുക്കാൻ വേണ്ടി ചെയ്തതല്ലാനു, നമുക്കൊരു സുരക്ഷിതത്വത്തിന് വേണ്ടി ചെയ്തതാ. അതിപ്പോൾ ഉപകാരപ്പെട്ടത് കണ്ടില്ലേന്ന്. അനു പറഞ്ഞു. ഇപ്പോഴാണ് ഇന്ദ്രേട്ടാ എനിക്കൊന്ന് ശ്വാസം നേരെ വീണത്. അങ്ങനെ ഇന്ദ്രൻ എന്തായാലും ആ തെളിവുകൾ ശേഖരിക്കുക തന്നെ ചെയ്യും. അതോടുകൂടി തൻ്റെ അമ്മ എന്ന ഒരു കൊടും ക്രിമിനലിൻ്റെ എല്ലാ പൊയ്മുഖങ്ങളും ഇന്ദ്രൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തുറന്നഴിക്കുക തന്നെ ചെയ്യും. ഈ ഒരു തെളിവ് കൈ കിട്ടിയതിന് ശേഷം ഇന്ദ്രൻ ഇതാരോടും പറയാതെ തന്നെ സൂക്ഷിക്കും. അവസാനം സോനയും എല്ലാവരും കൂടി ഇതെല്ലാം അനുപമയുടെ തലയിൽ ഇടുന്നുള്ള ഒരു അവസ്ഥ വരുമ്പോഴായിരിക്കും നമ്മുടെ ഇന്ദ്രൻ പ്രതികരിക്കുക കേട്ടോ. ഇന്ന് തന്നെ ഈ തെളിവുകൾ കിട്ടിയാൽ സ്ഥാനാർത്ഥിയാവുന്നതിൽ നിന്ന് പിന്മാറേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ എന്ന് അനുപമ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇല്ല നമുക്കെല്ലാം ശരിയാക്കാമെന്ന് പറയുന്നുണ്ട്. ഇതേ സമയത്ത് പാർട്ടി ഓഫീസിൽ കാര്യങ്ങളെല്ലാം നമ്മുടെ സുകുമാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പോരാത്തതിന് തന്നെ പ്രസിഡന്റ് SIനെ വിളിച്ച് അന്വേഷിച്ചപ്പം സംഭവം എല്ലാം അനുപമയ്ക്കെതിരാന്ന്, ഇനിയിപ്പോൾ ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് കൂടി കിട്ടിയാൽ മതിയെന്ന് പറയാം കേട്ടോ. സുശീല തന്നെയാണ് അനുപമയ്ക്കെതിരെ മൊഴി കൊടുത്തതെന്നുള്ള കാര്യം കൂടി കേട്ടതോടുകൂടി പ്രസിഡന്റ് ആകെ ടെൻഷനിലാവുക കേട്ടോ. എന്നാലും അനുപമ ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്നൊക്കെ സുകുമാരി പറയുന്നുണ്ട് കേട്ടോ. പോലീസുകാരനാണെങ്കിലോ നിങ്ങൾ പുതിയ സ്ഥാനാർത്ഥിയെ നിർത്തിക്കോ, ഇല്ലെങ്കിൽ പാർട്ടിക്ക് ക്ഷീണം ചെയ്യും എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാന്നൊക്കെയുള്ള തീരുമാനത്തിലാണ് അവർ. അപ്പോൾ സുകുമാരി പറയുന്നുണ്ട്, എന്തായാലും കുറച്ചുകൂടെ ക്ഷമിച്ചൂടെ പ്രസിഡന്റേ? മാത്രമല്ല അനുപമ അങ്ങനെയൊന്നും ചെയ്യുന്ന എനിക്കെന്തായാലും വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഇതിലെന്തോ ചതിയുണ്ട്. അത് കേട്ടത് നമ്മുടെ ശബരിയുടെ പെങ്ങളുണ്ടല്ലോ അവിടെ, വാസന്തി, അവൾ പറഞ്ഞു, എന്തിനാ പാർട്ടി ഇങ്ങനെ റിസ്ക് എടുക്കുന്നത്? അവളെങ്ങാനും കുറ്റക്കാരിയാണെന്നേ. ഇപ്പോഴല്ല, സ്ഥാനാർത്ഥി പട്ടിക കൊടുത്തിട്ടാണെങ്കിലേ പാർട്ടി നാണം കെട്ടേനെ. പാർട്ടിയിൽ നല്ല കെൽപ്പുള്ള ആൾക്കാർ വേറെ ഉണ്ടല്ലോ. അപ്പം പിന്നെ എന്തിനാ വേറെ സ്ഥാനാർത്ഥിയെ മാറ്റി തീരുമാനിക്കാനാണ് കേട്ടോ പറയുന്നത്. എന്തായാലും അധികം സമയമില്ലാത്തതുകൊണ്ട് പ്രസിഡന്റ് എന്തായാലും സ്ഥാനാർത്ഥിയെ മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ അനുപമയുടെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലെന്നുള്ള കാര്യം പുറലോകം അറിയാൻ പോവുകയാണ്. അതോടുകൂടി തന്നെ സുശീലയ്ക്ക് കുടുംബത്തിലും നാട്ടിലും ഉണ്ടാകുന്ന എല്ലാ നിലയും വിലയും പോവുകയും ചെയ്യും. വീട്ടിൽ എല്ലാവരും തന്നെ സുശീലയ്ക്ക് എതിരാവും. സത്യനും പ്രതിഭയും അവരുടെ കുഞ്ഞിനെ കൊന്ന കൊലപാതകയായിട്ട് മാത്രമേ സുശീലയെ കാണുകയുള്ളൂ. എന്തായാലും ആ എപ്പിസോഡുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. വീണ്ടും അടുത്ത കിടിലൻ വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.